എന്നുള്ളതാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കടന്നു വന്നതിലുള്ള പ്രത്യേക സാഹചര്യം സ്ഥാപിക്കുന്നു. അത് തന്നെ ഒരു മത്സ്യാകൃതിയിലുള്ള ഭണ്ഡാരമാണ്. അതൊരു പ്രത്യേകതയാണ്. പരിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ മത്സ്യത്തെ സംബന്ധിച്ച് പ്രതീകാത്മകമായ ഒരുപാട് ചിന്തകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. പഴയ നിയമത്തിൽ 3 നോമ്പ് ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലാണല്ലോ അവസാനിച്ചത്. ആ നോമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രവാചകനായിരിക്കുന്ന യോന യഹോവ പറയുന്ന സ്ഥലത്തോട്ട് പോകാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോയ അവസരത്തിൽ ആ പ്രവാചകൻ മുഖാന്തരമായി കടലിൽ യാത്രാവാഹനം പോലെ സഞ്ചരിച്ചിരുന്ന ഒരു കപ്പൽ തകരാൻ പോകുന്ന വിധത്തിൽ കൊടുങ്കാറ്റടിക്കുന്നുണ്ട്. ആ സമയത്ത് ചീട്ടിട്ട് നോക്കിയപ്പോൾ യോന പ്രവാചകൻ യഹോവയ്ക്കെതിരെ നടത്തിയ ഒരു ലംഘനം, ഒരു തിന്മ അല്ലെങ്കിൽ അനുസരണക്കേട്, അത് മുഖാന്തരമായിട്ടാണ് അപ്രകാരമുള്ള കൊടുങ്കാറ്റ് അടിക്കുന്നത്. ഉടനെ തന്നെ യോനായെ സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളയുന്നുണ്ട്. പക്ഷെ ആ സമുദ്രത്തിൽ നിന്ന് യോനായെ രക്ഷിക്കുവാൻ ദൈവം നിയോഗിച്ചത് ഒരു മത്സ്യത്തെയാണ്. ആ മത്സ്യം യോനായെ വളരെ പെട്ടെന്ന് തന്നെ വിഴുങ്ങുകയും പിന്നീട് അത് കുറേ 1-2 ദിവസത്തിന് ശേഷം കരയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ അവിടെ നിക്ഷേപിക്കുകയും അല്ലെങ്കിൽ പുറത്തു വിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മത്സ്യത്തിൻ്റെ ഒരു പഴയ നിയമത്തിലുള്ള പ്രതീകാത്മകമായ ഒരു വിവരണം യോന പ്രവാചകനെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിക്കുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോഴും മത്സ്യത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രതീകങ്ങളുണ്ട്. 5 അപ്പവും 2 മത്സ്യവും ഉപയോഗിച്ചാണ് 5000 പേരുള്ള ഒരു സംഘത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ദൈവം ഒരു വലിയ വിരുന്നൊരുക്കുന്നത്. അവിടെ 2 മത്സ്യം ഒരു മുഖാന്തരമാണ്. അത് എല്ലാവർക്കും നൽകത്തക്കവണ്ണം കർത്താവ് അതിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് ഒരു മത്സ്യത്തിൻ്റെ ഒരു പ്രത്യേക വിവരണം അവിടെ കൊടുക്കുന്നുണ്ട്. രണ്ടാമതായി പുതിയ നിയമത്തിൽ കാണുന്ന മറ്റൊരവസ്ഥ എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യഹൂദ മര്യാദ പ്രകാരം ജെറുസലേം ദേവാലയത്തിലേക്ക് കൊടുക്കേണ്ട ഒരു നിശ്ചിത തുക കർത്താവായ യേശുമിശിഹ കൊടുത്തുവോ ഇല്ലയോ എന്ന് അത് പിരിച്ചെടുക്കുന്ന അന്വേഷകരെ അന്വേഷിക്കുകയും അത് കൊടുത്തിട്ടില്ല എന്ന് അറിയുകയും ചെയ്യുമ്പോൾ കർത്താവ് പ്രധാന ശിഷ്യനെ വിളിച്ച് പറയുന്നുണ്ട്, നീ കടലിൽ ചെന്ന് ഒരു ചൂണ്ടയിട്ട് മത്സ്യത്തെ പിടിക്കുകയും ആ മത്സ്യത്തിൻ്റെ വാ തുറന്ന് നോക്കുകയും ചെയ്യുമ്പോൾ എനിക്കും നിനക്കും കൊടുക്കുവാനുള്ള ആ ചെറിയ തുക ആ മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് നിനക്ക് കണ്ടെത്താം എന്ന് പറഞ്ഞ് പത്രോസിനെ മത്സ്യം പിടിക്കാനായിട്ട് നിയോഗിക്കുകയാണ്. മത്സ്യം പിടിച്ചു കൊണ്ടുവന്നു. നേരത്തെ ഓർപ്പിച്ചതുപോലെ ആ മത്സ്യത്തിൻ്റെ വാ തുറന്ന് നോക്കിയപ്പോൾ പത്രോസിനും കർത്താവിനും വേണ്ടി കൊടുക്കുവാനുള്ള ആ നികുതി പണം അവിടെ ഉണ്ടായിരുന്നു. അതെടുത്ത് നികുതി കൊടുത്ത് തൽക്കാലം നിയമലംഘനത്തിൽ നിന്ന്, അതായത് ജെറുസലേം ദേവാലയത്തിന് കൊടുക്കേണ്ട തുക കൊടുക്കത്തക്കവണ്ണമുള്ള ഒരു അവസരം ഒരു മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ലഭിച്ച പണമായിരുന്നു. അത് ഒരു പ്രതീകമാണ്. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു സമയത്ത് ശിഷ്യന്മാരെ വളരെ നിരാശപ്പെട്ട് പഴയ മത്സ്യം പിടിക്കുന്ന തൊഴിലിലേക്ക് അവർ മടങ്ങിപ്പോകുന്നു. അവർ രാത്രി മുഴുവനും വലയെറിഞ്ഞെങ്കിലും മത്സ്യത്തെ ഒന്നും ലഭിക്കുന്നില്ല. ആ സമയത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ ഇവർ കർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും മത്സ്യം പിടിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല, ഞങ്ങൾ വളരെ നിരാശരാണ്. ഇപ്പോൾ കർത്താവ് പറയുന്നു, ആ പടകിൻ്റെ ആ വള്ളത്തിൻ്റെ വലതുവശത്ത് നിങ്ങൾ വല വീശാൻ പറയുകയും വല വീശിയപ്പോൾ ഒരു വലിയ പെരുത്ത മേൻകൂട്ടം അവിടെ ആ വലയ്ക്കകത്ത് അകപ്പെട്ടു. ആ വല വലിച്ച് കരയിലേക്ക് അടുപ്പിക്കാൻ തക്കവണ്ണം അവരെ കൊണ്ട് മാത്രം സാധിക്കാതെ വളരെ സമീപമായി മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന അവരെ കൂടെ വിളിച്ച് ആ വല മുഴുവനും മത്സ്യം നിറഞ്ഞതായിരുന്നു. 153 വലിയ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്
അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് അടുപ്പിച്ച് അപ്പോഴേക്കും കർത്താവ് തന്നെ തീക്കനൽ ഉപയോഗിച്ച് അപ്പം ചുട്ടു. ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ നിന്ന് ഏതാനും എണ്ണം കൊണ്ടുവന്ന് അതും ആ തീക്കനലിൽ ചുട്ടെടുത്ത് അവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കുന്നുണ്ട്. അതിലും മത്സ്യം ഒരു പ്രധാന വിഭവമായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതീകങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട്. പക്ഷേ ആ മത്സ്യത്തിൻ്റെ രൂപത്തിലൊരു ഭണ്ഡാരം ഇവിടെ സ്ഥിതി ചെയ്യണം എന്ന് ഇവിടെയുള്ള ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരിയും അതിനോട് ബന്ധപ്പെട്ടവരൊക്കെ തൽക്കാലം തീരുമാനിച്ച് അതേ രൂപത്തിലൊരു ഭണ്ഡാരം ഇവിടെ പണിത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്രകാരമുള്ളൊരു ഭണ്ഡാരം ഞാനും കണ്ടിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. വഴിയാത്രയിൽ മറ്റൊരു ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ഇതുപോലുള്ള ഒരു കുരിശും തൊട്ടിയോട് ചേർന്ന് ഒരു വലിയ ഭണ്ഡാരം ഞാൻ ദർശിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ മത്സ്യം ഒരു പ്രതീകാത്മകമായ ഒരു കടൽ ജീവിയാണ്. ഒരു കടലിൽ കഴിയുന്ന ഒരു ജീവിയാണ്. അതിൻ്റെ രൂപത്തിലാണ് ഇപ്രകാരമുള്ളൊരു ഭണ്ഡാരം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ആദിമ കാലഘട്ടത്തിലെ ഒരാൾ ക്രിസ്ത്യാനിയാണോ എന്ന് അറിയുന്നത് പരസ്യമായിട്ട് ക്രൈസ്തവനാണെന്ന് പറയാൻ അത്ര ഒരുപാട് ആ സാഹചര്യം അനുകൂലമല്ലായിരുന്നു. കാരണം ആ കാലഘട്ടത്തിലെ ക്രൈസ്തവർക്ക് ധാരാളം പീഡ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരും അവരെ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയല്ല, കുരിശുമാല ഇടുകയല്ല. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അന്നത്തെ ഗവൺമെൻറ് അവരെ അറസ്റ്റ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യും. അവരത് പരസ്പരം ആരും ഉച്ചരിക്കുകയില്ല, ഊരിയാടുകയില്ല, പേര് പോലും ഉച്ചരിക്കുകയില്ല. ഒരു ക്രൈസ്തവ നാമം ഉച്ചരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു സഭയുടെ ആദിമ ചരിത്രത്തിൽ. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു കോഡ് ഭാഷ, അവരുടെ താമസിക്കുന്ന വീടിൻ്റെ മുൻപിൽ ഒരു മത്സ്യത്തിൻ്റെ ആകൃതിയിൽ ഒരു ചിത്രം വരച്ചിട്ടു. ആ ചിത്രം വരച്ചിട്ടാൽ മറ്റൊരാൾക്ക് അപ്പോൾ രഹസ്യമായൊക്കെ ധാരണയുണ്ട് ഈ മത്സ്യത്തിൻ്റെ രൂപം വരച്ച് വെച്ചിട്ടുള്ള എല്ലാ വീട്ടുകാരും ക്രൈസ്തവരാണെന്നുള്ളത്. അങ്ങനെ ക്രൈസ്തവനെ തിരിച്ചറിയാൻ തക്കവണ്ണം ഉപയോഗിച്ച ഒരു കോഡ് ഭാഷ എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ ആരുടെയും കയ്യിൽ മത്സ്യത്തിൻ്റെ രൂപം ഉണ്ടെങ്കിൽ അവൻ അടുത്ത് വന്ന് രഹസ്യമായി വർത്തമാനം പറയും, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയും. അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ ഏതെങ്കിലും ചിത്രം അവർ പോക്കറ്റിൽ കാണും, വീടിൻ്റെ മുമ്പിൽ അത് വരച്ചു വെക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ക്രൈസ്തവനാണ് എന്ന് പറയാതെ വേറൊരാൾക്ക് മനസ്സിലാകത്തക്കവണ്ണമുള്ള ഒരു കോഡ്, ഒരു പ്രതീകാത്മകമായ ഒരു രൂപം, മത്സ്യത്തിൻ്റെ രൂപം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ആദിമ നൂറ്റാണ്ടിലെ പിതാക്കന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അപ്പം അങ്ങനെ ആ വിധത്തിൽ പല വിധത്തിലുള്ള പ്രതീകങ്ങളുണ്ട്. ആ പ്രതീകങ്ങൾ പല വിധത്തിലുള്ള അർത്ഥവും വ്യാഖ്യാനവുമുണ്ട്. പത്രോസിനെ തന്നെ കർത്താവ് ശിഷ്യഗണത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞ് അവരോട് പറയുന്നുണ്ട്, ആ വിളിക്കുന്ന സമയത്ത്, നീ ഇപ്പോഴും മത്സ്യം പിടിക്കുന്ന ആളാണ്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാണ്. നീ മത്സ്യം പിടിക്കുന്ന തൊഴിലിൽ നിന്ന് മനുഷ്യനെ പിടിക്കുന്ന തൊഴിലിലേക്ക് നിന്നെ ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാണ് പത്രോസ്ലീഹായെ ശിഷ്യഗണത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നത്. ഒരുപാട് കാര്യങ്ങൾ മത്സ്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിലുണ്ട്. അതുപോലെ തന്നെ കർത്താവ് പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ മത്സ്യരൂപത്തിലുള്ള ഭണ്ഡാരം എന്ന് പറയുന്നത് ഒരു പുതുമയാണ്. പുതുമ എപ്പോഴും മനുഷ്യർക്ക് ഇഷ്ടമുള്ളതാണ്. സാധാരണ ഒരു ഭണ്ഡാരത്തിന് വ്യത്യസ്തമായി ഇതാ ഒരു മത്സ്യത്തിൻ്റെ രൂപമുള്ള ഒരു നേർച്ചപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ അതിൽ തന്നെ ഒരു പുതുമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇപ്രകാരമുള്ള ഒരു നേർച്ചപ്പെട്ടി ഇവിടെ നിർമ്മിക്കാനും അത് ഇന്ന് ഇവിടെ പ്രതിഷ്ഠിക്കാനും ഇടയാകുന്നതെന്നാണ് എൻ്റെ വിചാരം. എന്തായിരുന്നാലും ഒരു ദൈവിക സ്മരണ ഇത് മുഖാന്തരമായിട്ട് നമ്മുടെ മനസ്സിൽ ഉയരാതിരിക്കുകയില്ല. ഏത് ആരാധനാ സ്ഥലമായിരുന്നാലും ഏത് മതത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, ക്രൈസ്തവ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിൻ്റെയോ മുസ്ലിം സമുദായത്തിൻ്റെയോ ഒക്കെ ഒരു ഈ ദൈവിക സ്ഥാനം ഉണ്ടാകുമ്പോൾ ഒരു നിമിഷമെങ്കിലും നമ്മുടെ മനസ്സിലൂടെ ദൈവമേ എന്നൊരു ചിന്ത കടന്നു പോകും. ഒരു മിന്നൽ പോലെ അത് ഒരു പരിധി വരെ നമ്മുടെ മനസ്സിലൂടെ ഉണ്ടാകുന്ന ഒരു ദൈവസ്മരണയാണ്. ആ സ്മരണ മനുഷ്യ മനസ്സിനെ എപ്പോഴും ശുദ്ധീകരിക്കുന്നതാണ്.
ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ, ദൈവമേ എന്ന് പെട്ടെന്ന് പറയാൻ നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ ഒരു വിചാരം, അത് ആ വിചാരം മനസ്സിലൂടെ മിന്നൽ പിണർ പോലെ കടന്നു പോകുമ്പോൾ ഒരു ദൈവസ്മരണ അവിടെ ഉണ്ടാകുകയാണ്. ആ ദൈവസ്മരണ മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പ്രാപ്തമാണ്. നിങ്ങൾക്കറിയാം, ഈ മരങ്ങൾ, പച്ചിലകൾ, ധാരാളമുള്ള മരങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഈ മരങ്ങളുടെ ജോലി എന്താണെന്നറിയാമോ? ഇലകളിലൂടെ ഓക്സിജനെ അത് പുറത്തേക്ക് എപ്പോഴും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ ഉച്ഛ്വസിക്കുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ്, അത് വിഷമാണ്. അത് വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പുക, അതുപോലെ തന്നെ മനുഷ്യൻ പുറത്തേക്ക് വിടുന്ന ഉച്ഛ്വാസവായു, ഇതിലൊക്കെ ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു വിഷവാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം നമ്മൾ ശ്വസിച്ചാൽ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ മരിച്ചു പോകും. ഓക്സിജനും കൂടെ ഈ വായുവിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. ആ ഓക്സിജൻ ഈ വായുവിൽ ഇല്ല എങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു 5 മിനിറ്റ് പോലും നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന്. അപ്പോൾ ഈ വായുവിലെ ഓക്സിജൻ നിലനിർത്താൻ ദൈവം തന്നെ സൃഷ്ടിയിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് വൃക്ഷങ്ങളും പച്ചിലകളും. പച്ചിലകൾ എപ്പോഴും അത് കാർബൺ ഡൈ ഓക്സൈഡ് അത് അകത്തേക്ക് എടുക്കും, ഇലകൾ പുറത്തേക്ക് വിടുന്നത് ഓക്സിജനാണ്. നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നത് ഓക്സിജനാണ്, നമ്മൾ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ഈ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ ദൈവം തന്നെ തൻ്റെ സൃഷ്ടിയിൽ നിലനിർത്തിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു സൃഷ്ടിയാണ് മരങ്ങളിലുള്ള പച്ചിലകൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മരം വെട്ടരുത് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഈ വാതകങ്ങളിൽ നിന്നുള്ള പെട്രോൾ ആയാലും ഡീസൽ ആയിരുന്നാലും വാഹനങ്ങളിലുള്ള പുകയായാലും അതിലൊക്കെ ധാരാളം വിഷവാതകങ്ങളുണ്ട്. ആ വിഷവാതകങ്ങൾക്ക് ഒരു 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 തടയിടാനാണ് മരങ്ങൾ വേണമെന്ന് പറയുന്നത്. എന്ന് പറയുന്നത് പോലെ മനുഷ്യ മനസ്സിലൂടെ കടന്നു പോകുന്ന പല വിധത്തിലുള്ള പ്രതികാര ബുദ്ധി, കോപം, എല്ലാ തരത്തിലുള്ള വിരോധം, ഇതെല്ലാം നമ്മുടെ മനുഷ്യ മനസ്സിലൂടെ ഇങ്ങനെ സദാസമയവും ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ ഒരാളെ നമുക്കെതിരായിട്ട് ഒരാൾ വിമർശിക്കുകയോ നമ്മളെ ആരെങ്കിലും ചീത്ത വിളിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പക, ഒരു ശത്രുതാഭാവം ഉണ്ടാകും. അതിങ്ങനെ തിളച്ചു മറിയും നമ്മുടെ മനസ്സിലൂടെ. പക്ഷേ അങ്ങനെ തിളച്ചു മറിയുമ്പോഴും ഒരു ദൈവസ്മരണ ഒരു നിമിഷം നമ്മുടെ മനസ്സിലൂടെ കടത്തി വിടുന്നത് ഒരു ദൈവനാമം, അല്ലെങ്കിൽ ഒരു കുരിശ്, അല്ലെങ്കിൽ ഒരു ക്ഷേത്രം, അല്ലെങ്കിൽ ഒരു ദേവാലയം, ഒരു ആരാധനാ സ്ഥലം, ഏത് മതത്തിനായിക്കോട്ടെ, അപ്പോൾ ഒരു ഈശ്വര സ്മരണ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് ഇവിടെ ഒരു നേർച്ച പെട്ടി വെക്കുന്നു. ആ നേർച്ചപ്പെട്ടിയിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തികമായ ധനം, അതും കുറേ പാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. കാരണം ഈ നമുക്ക് ലഭിക്കുന്ന എല്ലാ ധനവും മിനിമം ആവശ്യങ്ങൾ കഴിയുമ്പോൾ അതിൽ നിന്ന് നാം കുറേയെങ്കിലും ദരിദ്രന്മാർക്കും പാവപ്പെട്ടവർക്കും അത് നൽകണം. അപ്പോഴാണ് ആ ധനം ഒരു നല്ല ശുദ്ധീകരിക്കപ്പെട്ട ധനമായി തീരുകയുള്ളൂ എന്നാണ് വേദവസ്ഥ ഓർപ്പിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യവും. അപ്പോൾ അതുകൊണ്ട് ഈ നേർച്ചപ്പെട്ടി മുഖാന്തരം ധനം നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിഹിതമെങ്കിലും ഈ ദരിദ്രന്മാർക്കും പാവപ്പെട്ടവർക്കും വിതരണം ചെയ്യാനും നമ്മൾ മനസ്സ് കാണിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇപ്രകാരം ഒരു നേർച്ചപ്പെട്ടിയുടെ നിർമ്മിക്കാൻ തക്കവണ്ണം അതിനുവേണ്ടി ധനം ചെലവ് ചെയ്യുക കുടുംബത്തെ ജോയി ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ നിലയിലുള്ള ഒരു പുതിയ ആശയം, ഈ നേർച്ചപ്പെട്ടിയൊരു പുതിയ ആശയമായി ഇവിടെ പ്രതിഷ്ഠിച്ചതിനുള്ള എൻ്റെ സന്തോഷം, താല്പര്യം